ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 15-ാമത്തെ ഞായർ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുകയാണ്. ചില നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് പിശാചിൻ്റെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്. ഒപ്പം അവർ പോകുന്ന ഇടങ്ങളിൽ അനുദപിക്കാൻ ആവശ്യപ്പെടാനാണ് അവിടെ നിന്ന് പറയുന്നത്. പിന്നീട് അവർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങൾ യേശുനാഥൻ നൽകുന്നുണ്ട്. നിങ്ങൾ പോകുമ്പോൾ വടിയല്ലാതെ മറ്റൊന്നും നിങ്ങൾ കൈ കരുതരുത്. അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ ചെരുപ്പ് ധരിക്കാം, എന്നാൽ 2 ഉടുപ്പുകൾ ധരിക്കരുത്. അങ്ങനെ അവർക്കുള്ള നിർദ്ദേശങ്ങളുമായി അവരയക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗം യാത്ര അയക്കുന്നതിനെ കുറിച്ചാണ്. സുവിശേഷ വേല ചെയ്യുന്നതിന് വേണ്ടി യേശുനാഥൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ യാത്ര അയക്കുകയാണ്. അപ്പോൾ ഈ 2 പേരെ അയച്ചു എന്നുള്ളത് അവർക്ക് പരസ്പരം സഹായകമാകാനാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് ഇവരോട് ചില കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത്, അതായത് ചിലതൊക്കെ ഉപേക്ഷിക്കാൻ പറയുന്നത്? കാരണം അവരയക്കപ്പെടുന്നത് അവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ ദൈവം നോക്കിക്കൊള്ളും. നിങ്ങൾ അയക്കപ്പെടുന്ന ഇടങ്ങളിലെ മനുഷ്യരെ നോക്കിക്കൊണ്ട് ജീവിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചില യാത്രകൾ യേശുനാഥൻ ചില മനുഷ്യരെ ഉത്തരവാദിത്തങ്ങൾ നൽകി ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യനും, ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും യാത്രികനാണ്. ഓരോ ക്രൈസ്തവനും ഓരോ യാത്രികനാണ്. ആ യാത്രയുടെ ഉദ്ദേശം സ്വർഗ്ഗപ്രാപ്തിയാണ്. അപ്പോൾ ഈ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഈ സുവിശേഷ പ്രഘോഷണമാണ്. അപ്പോൾ എന്താണ് സുവിശേഷ പ്രഘോഷണം? യേശുനാഥൻ ഇവിടെ ഈ 2 പേരെ അയക്കുന്നത് മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. 2 തരത്തിലുള്ള സൗഖ്യങ്ങളാണ് അവിടെ ഇവർ ചെയ്യേണ്ട കർത്തവ്യം എന്ന് പറയുന്നത്. ഒന്ന്, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മുറിവുണക്കുന്ന മനുഷ്യനാവുക എന്നതാണ്. 2, ചില മനുഷ്യരുടെ ശാരീരിക മുറിവുണക്കുന്ന മനുഷ്യരാണ്. ഇത് 2ഉം ഈ ശിഷ്യന്മാർ ചെയ്യുന്നുണ്ട്. ആത്മാവിൻ്റെ മുറിവുണക്കുക എന്ന് പറഞ്ഞാൽ പിശാച ബാധിച്ച ചില മനുഷ്യരുണ്ട്, അതായത് പൈശാചികത നിറഞ്ഞു നിൽക്കുന്ന ചില മനുഷ്യർ, അവരിൽ നിന്ന് അതിനെ പുറത്താക്കുക. അത് ആത്മാവിൻ്റെ മുറിവാണ്. അതാണ് അവരിലേക്ക് പറയുന്നത്, നിങ്ങൾ ഹൃദയം പശ്ചാത്താപം കൊണ്ട് ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിക്കണം, പശ്ചാത്തപിക്കണം, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. അപ്പോൾ ഇത് മനസ്സിൻ്റെ മുറിവാണ്. ഈ മനസ്സിൻ്റെ മുറിവ് തന്നെ, ആത്മാവിൻ്റെ മുറിവ് തന്നെ 2 തരത്തിലായിരിക്കും. പിശാച് ചില മനുഷ്യരെ ക്രൂരമായി ആക്രമിക്കാറുണ്ട്. 2 പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളിൽ പെട്ട് അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അതാണ് പിശാചിൻ്റെ ആക്രമണമാണെങ്കിൽ അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുക. അതല്ല, അവർ പിശാചിൻ്റെ തന്ത്രങ്ങളിലാണെങ്കിൽ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഈ 2 തരത്തിലുള്ള സൗഖ്യം, ആത്മാവിൻ്റെ തന്നെ സൗഖ്യം. ഇനി അടുത്ത സൗഖ്യം ശരീരത്തിൻ്റെതാണ്. അത് ശിഷ്യന്മാർ ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായി. രോഗികളെ തൈലം പൂശി അവർ സൗഖ്യപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ 2 തരത്തിലുള്ള സൗഖ്യം ഈ ലോകത്തിലേക്ക് നൽകാൻ വേണ്ടിയാണ് യേശുനാഥൻ ചില മനുഷ്യരെ അയക്കുന്നത്. അപ്പം അവിടെ നിന്ന് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മനുഷ്യരെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി അയച്ചത്. അവിടെ നിന്ന് ഈ ലോകത്തെ നോക്കിക്കണ്ടത് തന്നെ രോഗികളാണെന്നാണ് അവിടെ നിന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അവിടുന്ന് വൈദ്യനാണ്. അപ്പോൾ അവിടുന്ന് ആരംഭിച്ച ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്താൽ അയക്കപ്പെടുന്നത് ചുറ്റുമുള്ള മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്ന മനുഷ്യരാണ്. ഇന്ന് ലോകത്തിൽ മുറിവ് ഏൽപ്പിക്കുന്ന മനുഷ്യർ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. മറ്റുള്ള മനുഷ്യരെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവരെ മുറിവേൽപ്പിക്കുന്ന ഈ ലോകത്തിലാണ് മുറിവുണക്കുന്ന മനുഷ്യരായി മാറണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ മുറിവുണക്കുന്ന മനുഷ്യരാവണമെങ്കിൽ സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഇല്ലാതാകണം. അതുകൊണ്ടാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ 2 പേരെ അയക്കുമ്പോൾ അവർക്ക് വേണ്ടി അവർ ജീവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. പണമോ അപ്പോ ഇതൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ്. അവരെ ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ടി അതൊന്നും കരുതരുത്. അപ്പോൾ അവർക്ക് വേണ്ടി വേണ്ടത് ദൈവം കരുതിക്കൊള്ളൂ എന്നാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വാർത്ഥത ഉപേക്ഷിച്ച് ഈ ലോകത്തിലെ മനുഷ്യരുടെ മുറിവുണക്കുന്ന മനുഷ്യരാവുക എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, 2 പേരെ അയച്ചു എന്ന് പറയുമ്പോൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന സാധാരണ നമ്മൾ വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെയാണല്ലോ ധ്യാനിക്കാറുള്ളത്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഈ ഒരു ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2 പേരെ വീതം ദൈവം അയച്ചു എന്ന് പറയുമ്പോൾ, തൻ്റെ അടുത്തേക്ക് വിളിച്ചു അയച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കുടുംബജീവിതമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു സ്ത്രീയെയും പുരുഷനെയും അവിടുന്ന് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവരെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അവൻ്റെ അൾത്താരയുടെ മുമ്പിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടവരെ അവനെ ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ അയക്കുകയാണ്. അവരെ ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുന്നത് മുറിവുണക്കുന്ന മനുഷ്യരാകാനാണ്. അവരുടെ കുടുംബത്തിലെ മാത്രമല്ല, ഈ ജീവിതത്തിൽ തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ മുറിവുകൾ ഉണക്കുന്ന മനുഷ്യരാവുക. അപ്പോൾ ഈ കുടുംബത്തിൽ ഈ സൗഖ്യം ആരംഭിക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ ലോകത്തിലേക്ക് നിറയുന്ന കാണാം. കാരണം മുറിവുകളില്ലാത്ത കുടുംബത്തിലെ മനുഷ്യർ മുറിവുകൾ ഉണക്കുന്നവരായി മാറും. മുറിവുള്ള മനുഷ്യരാണ് ചില മനുഷ്യർക്ക് മുറിവുകൾ ഏൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ
എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റു മനുഷ്യരുടെ മുറിവുണക്കുന്ന മനുഷ്യരാണ്. പ്രത്യേകിച്ച് 2 പേരെ അയച്ചു എന്നുള്ളത് കൂടുതൽ ധ്യാനിക്കേണ്ടതാണ്. 2 പേരെ അയച്ചു എന്നതിൻ്റെ അർത്ഥമായി വേദപണ്ഡിതന്മാർ പറയുന്നത് അവർ തമ്മിൽ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. പോകുന്നതിനിടയ്ക്ക് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അയാളെ കരുതുന്നതിനും അയാൾക്ക് താങ്ങാകുന്നതിനും വേണ്ടിയാണ് ഒരാളെ കൂടെ അയക്കുന്നത്. അപ്പോൾ ആ കൂട്ട് ഈ മനുഷ്യൻ്റെ മുറിവുണക്കുകയും അവർ 2 പേരും ചേർന്ന് ഈ ലോകത്തെ സൗഖ്യമാക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് കുടുംബത്തിൽ നമ്മൾ കൂടുതൽ ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ്. 2 പേരെ അവിടെ നയിച്ചു എന്ന് പറയുമ്പോൾ, അപ്പോൾ എനിക്ക് ദൈവം എന്നെ അടുക്കിലേക്ക് വിളിച്ച് എനിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ മറ്റു മനുഷ്യരുടെ മുറിവുകൾ ഉണക്കുന്ന മനുഷ്യരാവുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിലത് മാറ്റിവെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മാറ്റിവെക്കുന്നതിനെ നമ്മൾ ധ്യാനിക്കേണ്ടത് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ ഞാൻ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ സ്വാർത്ഥത ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റു മനുഷ്യരുടെ മുറിവുകൾ നമുക്ക് ഉണക്കാൻ സാധിക്കും. കാരണം ഞാൻ എനിക്ക് വേണ്ടി കരുതി വെക്കുന്നത് മറ്റു മനുഷ്യരുടേതാണ് എന്നുള്ളൊരു ബോധ്യമാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവരനായി പങ്കുവയ്ക്കാനായി ഞാൻ എനിക്കൊന്നും ചേർത്ത് വെക്കാതെ ഇരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് വളരെ മനോഹരമായൊരു ലോകത്തെ ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഈ ഓരോ മനുഷ്യൻ്റെയും യാത്രയുടെ ലക്ഷ്യം തന്നെ ഈ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാപനമായി മാറുകയാണ്. അപ്പോൾ ഇത് യേശുനാഥൻ ഓരോ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ ഓരോ മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇത് കുടുംബത്തിൽ ആരംഭിക്കണം. അതുകൊണ്ടാണ് ഈ അനുദപിക്കാനും പശ്ചാത്തപിക്കുവാനും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ സ്നേഹവും കൊണ്ട് മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തെ വെറുത്തു പോകുന്നത് പോലും ചില വിശ്വാസികളുടെ ജീവിതം കണ്ടിട്ടാണ്. അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവരുടെ ജീവിതം അത്ര നല്ലതല്ലാതായി മാറുകയും ചെയ്യുമ്പോൾ ഈ ചില മനുഷ്യർ അനുദപിക്കാത്ത മനുഷ്യരായി മാറുകയാണ്. എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കണ്ട് മനുഷ്യരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം, ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയണം. വളരെ മനോഹരമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 1982 അദ്ദേഹം തൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു ജീവിതം, അദ്ദേഹം IIT പ്രൊഫസറായിരുന്ന ഒരു വ്യക്തിയാണ്. അലോക് സാഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹം ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ സമ്പാദ്യം ഉണ്ടായിരുന്ന മനുഷ്യൻ, IIT നിന്ന് ഒത്തിരിയധികം ശമ്പളം വാങ്ങിയിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം മധ്യപ്രദേശിലേക്ക്, അവിടുത്തെ ഒരു ചെറിയൊരു വില്ലേജിലേക്ക് പോവുകയാണ്. ആ ഗ്രാമത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം ജീവിക്കാൻ ആരംഭിക്കാൻ 32 വർഷം അദ്ദേഹം അങ്ങനെ ജീവിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് 32 വർഷങ്ങൾക്ക് ഇടയിൽ ഒരിക്കൽ അവിടെ പോലീസ് ചെക്കിങ്ങിന് വരുമ്പോൾ ഒരൊറ്റ മുണ്ട് മാത്രം ഉടുത്ത് ജീവിക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സംശയം തോന്നി അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാ അദ്ദേഹം ഇവിടെ വന്ന് ജീവിക്കുന്നു നോക്കി. അങ്ങനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ആളുകൾ ഞെട്ടിപ്പോയത്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു IIT പ്രൊഫസറായിരുന്നു എന്നും പിന്നീട് അദ്ദേഹം പഠിപ്പിച്ച പല വ്യക്തികളും അന്ന് മധ്യപ്രദേശിലെ വലിയ ഉദ്യോഗാർത്ഥികളുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇടപെട്ട് ഇദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുമ്പോഴാണ് ലോകം ആ വലിയ സത്യം അറിഞ്ഞത്. ഈ അലോക് സാഗർ എന്ന് പറയുന്ന മനുഷ്യൻ സകലതും ഉപേക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാണ്. അത് ഇന്നും അദ്ദേഹം ആ വില്ലേജിൽ ഒത്തിരി അധികം മനുഷ്യരെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നടന്നത്. ഇത് ഒരു സുവിശേഷ വേലയാണ്. ഇപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വലിയ ജോലിയും ആർഭാടമൊക്കെ അദ്ദേഹം മാറ്റിവെച്ചത് ആ സ്വാർത്ഥത ഇല്ലാതാക്കിയപ്പോഴാണ് മറ്റു മനുഷ്യരെ സഹായിക്കാനായി അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പോൾ ക്രിസ്തു ആവശ്യപ്പെടുന്ന ചില മാറ്റിവെക്കലുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ എടുക്കുന്ന തീരുമാനത്തെ മാറ്റിവെക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതം മറ്റു മനുഷ്യരെ സുഖപ്പെടുത്തുന്ന ഈ മനുഷ്യൻ ഒത്തിരി അധികം പേരെ സഹായിക്കുന്നുണ്ട്. ആ വില്ലേജിൽ നമ്മളത് കാണുന്നുണ്ട്. തൻ്റെ വലിയ ആർഭാട ജീവിതങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം കാഴ്ചവെക്കുകയാണ്. ഇത് സുവിശേഷം ജീവിക്കുന്ന മനുഷ്യർക്ക് ഉദാഹരണമാണ്. യേശുനാഥൻ വിഭാവനം ചെയ്യുന്ന ഈ ഐക്യം, ഈ യാത്ര ഇതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എൻ്റേതൊക്കെ ഞാൻ കുറച്ച് മാറ്റിവെച്ച് മറ്റു മനുഷ്യരുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന, മുറിവുകൾ ഉണക്കുന്ന മനുഷ്യനവർക്ക്. അപ്പോൾ യേശുനാഥൻ വിഭാവനം ചെയ്തതുപോലെ വളരെ മനോഹരമായ ഒരു ലോകത്തിൻ്റെ ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് അയച്ചിരിക്കുന്നത് കുടുംബത്തിലുള്ളവരെ നേടാനാണ്. അവരുടെ മാനസാന്തരം, അവരുടെ സുഖപ്പെടുത്തലുകൾ, അത് ദൈവത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കട്ടെ. അങ്ങനെ എന്നെ അയച്ച അവൻ്റെ വലിയ ആ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള കൃപ എനിക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.